ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നു, ഇങ്ങനെ മറുപടി പറയുന്നവരായിരിക്കും നമ്മളിൽ പലരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമ്മളെല്ലാവരും പലപ്പോഴും പല പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും പല പ്രശ്നങ്ങളുടെയും നടുവിൽ ഒരു അല്പസമയം മാറ്റിവെച്ചിട്ടായിരിക്കും കാണുന്നത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടായിരിക്കില്ല. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്, അവർ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവയുടെ ദൈർഘ്യവും വലുപ്പവും എല്ലാം വ്യത്യസ്തമാണ്. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ റോബിൻ. എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു സ്ഥലത്ത് വായിച്ചു കേട്ടിട്ടുള്ളതാണ്. നിങ്ങളും മുൻപ് കേട്ടിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ രക്ഷിക്കാനായിട്ട് പുതിയൊരു മാനേജർ സ്ഥാനമേൽക്കുമ്പോൾ പഴയ മാനേജർ ആ മാനേജർക്ക് 3 കവറുകൾ നൽകി. എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ മാത്രം ഈ കവറുകൾ തുറന്നു നോക്കുക. പുതിയ മാനേജർ ഭരണം ഏറ്റെടുത്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കമ്പനിയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് അയാൾ മുൻപ് തന്ന കവറുകളെ കുറിച്ച് ആലോചിച്ചത്. അതിൽ ഒന്നാമത്തെ കവർ അയാൾ പൊട്ടിച്ചു വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, മുൻപത്തെ മാനേജറെ പഴിചാരുക. ഉടനെ തന്നെ ആ മാനേജർ ഒരു പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മുൻപത്തെ മാനേജറുടെ അഴിമതിയാണ് കമ്പനി ഇത്ര നഷ്ടത്തിലാവാൻ കാരണം. അതിനുള്ള കാരണങ്ങളും എല്ലാം അക്കമിട്ട് നിരത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തി. വീണ്ടും മാസങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ പിന്നീട് കമ്പനി ലാഭത്തിലെത്തിക്കാൻ ആ പുതിയ മാനേജർക്കായില്ല. അപ്പോൾ അദ്ദേഹം ആ കവറുകളെ കുറിച്ച് വീണ്ടും ആലോചിച്ചു. രണ്ടാമത്തെ കവർ പൊട്ടിച്ചു വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, കമ്പനിയുടെ ഭരണം പുനഃസംഘടിപ്പിക്കുക. ഉടനെ തന്നെ കമ്പനിയിലെ എല്ലാ ജോലിക്കാരെയും അയാൾ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. കമ്പനിയെ ലാഭത്തിലെത്തിക്കാൻ എങ്ങനെ ഭരണ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും പുനഃസംഘടിപ്പിക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. പലരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, പുതിയ ആളുകളെ എടുത്തു, പല ജോലികളും ഡിവൈഡ് ചെയ്ത് പലർക്കുമായി നൽകി. മാസങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷെ കമ്പനിയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് അയാൾ ആ 3ാമത്തെ കവറിനെ കുറിച്ച് ആലോചിച്ചു. ആ 3ാമത്തെ കവർ പൊട്ടിച്ചു വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതുപോലെ 3 കവറുകൾ തയ്യാറാക്കുക. പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ പൊതുവെ 2ആയി തരംതിരിക്കാം. 1 കാരണങ്ങൾ തിരയുന്നവരും, 2 കാര്യങ്ങൾ ചെയ്യുന്നവരും. കാരണങ്ങൾ തിരയുന്നവർ കഴിവുകേടിന്റെ രൂപങ്ങളാണ്. അവർക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ താല്പര്യവും കാണിക്കില്ല. ഒരു പ്രശ്നത്തിന്റെ കാരണം എന്താണ്, അതിന്റെ കാര്യം എന്താണ് എന്നത് മാത്രം അന്വേഷിച്ച് ആരെയെങ്കിലുമൊക്കെ പഴിചാരി, അല്ലെങ്കിൽ തനിക്കിത് വരാൻ കാരണം ഇന്ന സംഭവമാണെന്ന് പഴിചാരി, പലപ്പോഴും വിധിയെ പഴിചാരി അവർ ജീവിക്കും. എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്നവരാകട്ടെ, അവർ പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പരിഹാരം എന്താണ് എന്ന് കണ്ടെത്തുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ പ്രശ്നപരിഹാരത്തിനുള്ളൊരു വഴി തീരെ ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരെയും പഴിചാരാതെ അവർ പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കും. പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു ആർജവം അവർക്കുണ്ടായിരിക്കും. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണെന്ന് സ്വയം കണ്ടെത്തുക. ആരെങ്കിലുമൊക്കെ പഴിചാരുന്നത് പ്രശ്നത്തിനൊരു പരിഹാരമല്ല. പക്ഷേ പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിന് വേണ്ടുന്ന വഴി, അത് പരിഹരിക്കാനുള്ള വഴി, ഇനി അഥവാ വഴി ഒന്നും തന്നെ ഇല്ലെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും ഉചിതം. ഞാൻ മുമ്പ് പറഞ്ഞു, മറ്റെവിടെയോ കേട്ടിട്ടുള്ള ഒരു സംഭവമോ കഥയോ ആയിരിക്കും. എൻ്റെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന ചെറിയൊരു ചിന്തയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ചിന്തകൾ എനിക്ക് അയച്ചു തരാം. എൻ്റെ ടെലഗ്രാമിൻ്റെ ഐഡിയും ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇതുപോലെ എന്തെങ്കിലും ചിന്തയായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, സീ യു, ബൈ. എന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ കേട്ടുള്ള കാരണങ്ങൾ തിരയുന്നവർ കാരണങ്ങൾ കണ്ടെത്തി പഠിച്ചാലാണെങ്കിൽ എന്റെ ചാനലിലെ സബ്സ്ക്രൈബർ പ്രശ്നത്തിനൊരു പരിഹാരമാവുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. മറ്റോടെ കേട്ടിട്ടുള്ള ഒരു സംഭവം, എന്റെ പൊന്നെ.